empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പരിശുദ്ധ ബൈബിൾ നമ്മൾ സ്ത്രീകളോട് ഒരു ഭാര്യ, അമ്മ, മകൾ, സഹോദരി, സഹപ്രവർത്തക, സുഹൃത്ത് എന്നിങ്ങനെ വിവിധങ്ങളായ ജീവിത മേഖലകളിലായിരിക്കുന്ന നാം ഓരോരുത്തരോടും വ്യക്തിപരമായി കർത്താവ് പറയുന്ന കാര്യങ്ങൾ ചിന്തിച്ചും പഠിച്ചും പ്രാർത്ഥിച്ചും അത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രയത്നിച്ചും നമ്മൾ നമ്മളുടെ വിശ്വാസയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് ഒരു ഭാര്യ എന്ന നിലയിൽ തിരുവചനത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയായിരുന്നു. അതിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ് വെച്ചിട്ട് നിങ്ങളിൽ പലർക്കും അതിലൊരു അസ്വസ്ഥത ഉണ്ടായതായും ഇതൊക്കെ എനിക്ക് സാധിക്കുമോ, ഇതൊക്കെ പ്രാക്ടിക്കലാക്കാൻ പറ്റുമോ എന്നിങ്ങനെ പല സംശയങ്ങൾ പലർക്കും ഉണ്ടായതായും അറിയുവാനായി സാധിച്ചു. എൻ്റെ പ്രിയ സഹോദരിമാരെ, പരിശുദ്ധ ബൈബിളിലെ പ്രിൻസിപ്പിൾസ്, ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് അത് കഠിനമുള്ളത് തന്നെയാണ്. നോർമലായിട്ട് നമുക്കത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങളാണ്. പക്ഷേ പരിശുദ്ധാത്മ സഹായമുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ അതൊക്കെ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. തിരുവചനം പറയുന്നില്ലേ, നമ്മുടെ ശക്തിക്ക് അതീതമായതൊന്നും കർത്താവ് നമ്മളോട് ചെയ്യുവാനായി പറയത്തില്ല. കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സൃഷ്ടാവ് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിക്കുവാൻ, അത് പ്രാവർത്തികമാക്കുവാനുള്ള കൃപയും ശക്തിയും നമ്മുടെ സൃഷ്ടാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഉറപ്പില് നമുക്ക് കർത്താവ് നൽകുന്ന ആ ഒരു ആഹ്വാനങ്ങളെ നമുക്ക് സ്വന്തമാക്കാം. പ്രത്യേകിച്ച് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്നത്തെ ശുശ്രൂഷയില് പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യാപനം നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി 73-ാം സങ്കീർത്തനം, അവിടെ 24-ാം വാക്യം, നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. തിരുവചനം പറയുകയാണ്, ഉപദേശം തന്ന് അങ്ങ് എന്നെ നയിക്കുന്നു, പിന്നീട് അവിടുന്ന് എന്നെ മഹത്വത്തിലേക്ക് നയിക്കും. ഉപദേശം തന്ന് കർത്താവ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ബൈബിളില് ഒത്തിരിയേറെ ഉപദേശങ്ങൾ നമ്മളുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിലും നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ അനുസരിക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം നൽകി, അതെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തി കർത്താവ് നമ്മളെ നയിക്കുകയാണ്. എന്തിനാണ് കർത്താവ് ഇങ്ങനെ നയിക്കുന്നത്? പിന്നീട് അവിടുന്ന് തൻ്റെ മഹത്വത്തിലേക്ക്, നിത്യമഹത്വത്തിലേക്ക് നമ്മെ നയിക്കും. നമുക്ക് ആ ഒരു ഉറപ്പോടെ നിത്യമഹത്വത്തിൽ നമ്മുടെ കർത്താവിനോടൊപ്പം ആയിരിക്കുന്ന ആ അവസ്ഥയുടെ ഉറപ്പോടെ, ആ ഒരു പ്രത്യാശയോടെ നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റു പറയാം. ഉപദേശം തന്ന് അങ്ങ് എന്നെ നയിക്കുന്നു, പിന്നീട് അവിടുന്ന് എന്നെ മഹത്വത്തിലേക്ക് നയിക്കും. എന്റെ പ്രിയ സഹോദരിമാരെ, ഈ ഒരു ഉറപ്പോടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനായി ഒരുങ്ങാം. നാം എവിടെ ആയിരുന്നാലും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമുക്ക് നമ്മെ തന്നെ അടിയറവ് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമുക്കൊന്നു ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, ഓരോ സഹോദരിയുടെ മേലും പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. അങ്ങ് നൽകുന്ന ഉപദേശങ്ങൾ, അങ്ങ് നൽകുന്ന ആഹ്വാനങ്ങൾ അനുസരിക്കുവാൻ, അതനുസരിച്ച് ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ഓരോ സഹോദരിയെയും ബലപ്പെടുത്തണമേ ആത്മാവേ. പരിശുദ്ധാത്മാവെ ഓരോ കുടുംബങ്ങളിലേക്കും പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. ഈ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ സഹോദരിയെയും അഭിഷേകം ചെയ്യണമേ.
കർത്താവിന്റെ ആഹ്വാനങ്ങൾ അനുസരിച്ച് ദൈവിക ജ്ഞാനം പ്രാപിച്ച് തങ്ങളുടെ ഭവനങ്ങളെ പണിതുയർത്തുന്നവരാകുവാൻ, ക്രിസ്തുവിൽ പണിതുയർത്തുന്നവരാകുവാൻ ഓരോ സഹോദരിയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ഒരു ഭാര്യ എന്ന നിലയിൽ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റവും ഭംഗിയായി നിർവഹിച്ച, സ്ത്രീകളുടെ ഏറ്റവും വലിയ മാതൃകയായി മാറിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ മാതാവേ, ഞങ്ങൾ ഓരോ സഹോദരിമാരെയും കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ മുന്നോട്ട് പോകുവാൻ, അതിനുള്ള കൃപകൾ ലഭിക്കുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യൗസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. എൻ്റെ പ്രിയ സഹോദരിമാരെ, നമ്മൾ സുഭാഷിതങ്ങൾ 31 യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് സുഭാഷിതങ്ങൾ 31 അധ്യായം 25 വാക്യമാണ്. അവിടെ തിരുവചനം പറയുകയാണ്, അവൾ കഴിവും അന്തസ്സും അണിയുന്നു. അവൾ കഴിവും അന്തസ്സും അണിയുന്നു. ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു. ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു. തിരുവചനത്തിൽ 2 സുപ്രധാന കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒരു ഉത്തമയായ സ്ത്രീ, ദൈവിക ജ്ഞാനമുള്ള സ്ത്രീ കഴിവും അന്തസ്സും അണിയുന്നു. അവൾ ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു. ഇതിലെ ആദ്യ ഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായി പോകുന്നത്. തിരുവചനം പറയുകയാണ്, ഒരു ഉത്തമയായ സ്ത്രീ കഴിവും അന്തസ്സും അണിയുന്നു. She is clothed in strength and dignity. Strength and dignity. പ്രിയ സഹോദരിമാരെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നല്ല കഴിവുള്ള ഒരു സ്ത്രീ, നല്ല അന്തസ്സുള്ള ഒരു സ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ എന്താണ് ആദ്യം കടന്നു വരിക? നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹത്തിന്റെ നിലവാരവും സ്റ്റാറ്റസും ഒക്കെ വെച്ചിട്ട് നല്ല വെൽ ഡ്രസ്ഡായി, നല്ല കഴിവോടെ, നല്ല ധൈര്യത്തോടെ സമൂഹത്തിന്റെ മുമ്പിൽ നല്ല ചുറുചുറുക്കോടെ നിൽക്കാൻ പറ്റുന്ന നല്ല ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീയാണ് നമ്മൾ കഴിവുള്ള ഒരു സ്ത്രീ എന്ന് പറയുക. തൻ്റെ കാര്യങ്ങളെല്ലാം ഏത് പ്രയാസങ്ങളുടെ മുൻപിലും, എത്ര വലിയ പ്രതിസന്ധികളുടെ മുമ്പിലും തൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി ബോൾഡായി നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ. അവളെയാണ് ഇന്ന് നമ്മുടെ സമൂഹം നല്ല സ്ട്രെങ്ത് ഉള്ള, നല്ല കഴിവുള്ള ഒരു സ്ത്രീ എന്നൊക്കെ പറയുക. പക്ഷേ നമ്മുടെ ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടുകളേ അല്ല നമ്മുടെ കർത്താവിന്റെ കാഴ്ചപ്പാട്. ലോകം കാണുന്ന പോലെ അല്ല നമ്മുടെ കർത്താവ് കാണുന്നത്. ഇതിനൊരു ഉത്തമമായ ഉദാഹരണം സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ സാവൂൾ രാജാവായിരുന്ന കാലം, സാവൂൾ രാജാവ് കർത്താവിന്റെ നിരക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് കർത്താവിന്റെ അപ്രീതിക്ക് പാത്രമായി. അങ്ങനെ അന്നത്തെ പ്രവാചകനായിരുന്ന സാമുവേൽ വളരെ വിഷമത്തോടെ ആയിരുന്ന ഒരു സമയം, സാവൂളിനെ രാജാവാക്കിയതിനെ ഓർത്ത്, തുടർന്ന് ഇനി എന്താകുമെന്നോർത്തൊക്കെ സാമുവേൽ പ്രവാചകൻ വിഷമിച്ചിരുന്ന ഒരു കാലം. നമുക്ക് ആ വചനഭാഗത്തിലേക്കൊന്ന് പോകാം. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം, അവിടെ 16-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവനെ ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും? അവനെ ഓർത്ത്, സാവൂൾ രാജാവിനെ ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും? ഇത് കർത്താവ് സാമുവേലിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. സാവൂളിനെ ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും? കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക. കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേംകാരനായ ജെസ്സയുടെ അടുത്തേക്ക് അയക്കും. ഞാൻ നിന്നെ ബേത്ലഹേംകാരനായ ജെസ്സയുടെ അടുത്തേക്ക് അയക്കും. അവന്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. കർത്താവിന്റെ ആ ഒരു ആഹ്വാനം അനുസരിച്ച് സാമുവേൽ പ്രവാചകൻ ബേത്ലഹേംകാരനായ ജെസ്സയുടെ വീട്ടിലെത്തി. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. ജെസ്സയുടെ 7 പുത്രന്മാർ അവരിങ്ങനെ നിരന്ന് നിൽക്കുകയാണ്.
നല്ല തണ്ടും തടിയും മിടുക്കും, അങ്ങനെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ രാജാവാകുവാൻ എന്തുകൊണ്ടും യോഗ്യരായ 7 മക്കളെ ജെസ്സി അവിടെ നിരത്തി നിർത്തി. ആദ്യത്തെ മകൻ തൊട്ട് 7ാമത്തെ മകൻ വരെ സാമുവേൽ ഓരോരുത്തരെയും നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ലോകത്തിന്റെ മുൻപിൽ പെർഫെക്റ്റ് ആയിരുന്ന, ലോകം നൽകുന്ന മാർക്ക് അനുസരിച്ച് ഫുൾ മാർക്കിന് യോഗ്യതയുണ്ടായിരുന്ന ആ 7 മക്കളും കർത്താവിന്റെ ദൃഷ്ടിയിൽ തിരസ്കൃതരാവുകയാണ്. ഓരോരുത്തരെയായിട്ട് സാമുവേൽ നിരീക്ഷിച്ചു. അതിൽ നമ്മൾ കാണുന്നുണ്ട് ഏലിയാബ്, അബിനാദാബ്, ശമ്മ, അങ്ങനെ തുടങ്ങി 7 പേരും തിരസ്കൃതരായി. അതിനുശേഷം കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. നമുക്ക് ആ വചനം വളരെ ശ്രദ്ധയോടെ നമുക്കൊന്ന് കേൾക്കാം. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. നമ്മൾ കാണുന്നത് പോലെയല്ല കർത്താവ് കാണുന്നത്. നമ്മളുടെ നോട്ടത്തിൽ യാതൊരു കുറ്റവും കുറവുമില്ലാത്ത പെർഫെക്റ്റ് ആയ ഒരു വ്യക്തിയെ കർത്താവ് കാണുമ്പോൾ ഇവിടെ സംഭവിച്ചത് തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. തിരസ്കൃതരാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താ? കർത്താവ് ഒരിക്കലും ബാഹ്യരൂപത്തിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. ഈ ബാഹ്യരൂപങ്ങളൊക്കെ ഉണ്ടാക്കിയത് നമ്മുടെ കർത്താവ് തന്നെയല്ലേ. അതിൽ കർത്താവ് കമ്പാരിസൺ നടത്തത്തേയില്ല. സൃഷ്ടാവാണ് നോക്കുന്നത്. കർത്താവ് നോക്കുന്നത് നമ്മുടെ ആന്തരിക ഭാവത്തിലേക്കാണ്, ഹൃദയ ഭാവത്തിലേക്കാണ്. അവിടെയാണ് കർത്താവ് സ്കോർ നൽകുന്നത്. അവിടുത്തെ രൂപഭാവ വ്യത്യാസങ്ങൾക്കനുസരിച്ചാണ് കർത്താവ് മാർക്കിടുന്നത്. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരിമാരെ, ഇന്ന് തിരുവചനത്തിൽ നിന്ന് നമ്മൾ കണ്ടതുപോലെ ഷീ ഈസ് ക്ലോത്ത്ഡ് ഇൻ സ്ട്രെങ്ത് ആൻഡ് ഡിഗ്നിറ്റി എന്ന് പറയുമ്പോൾ, അവൾ കഴിവും അന്തസ്സും ഉള്ളവളാണ് എന്ന് പറയുമ്പോൾ, ലോകത്തിന്റെ ദൃഷ്ടിയിലല്ല ഒരിക്കലും ആ വചനം നമ്മൾ കാണേണ്ടത്. കർത്താവിന്റെ നോട്ടത്തിൽ കഴിവും അന്തസ്സും ഉള്ളവളായി ജീവിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. കർത്താവിന്റെ നോട്ടത്തിലെ ഈ ഒരു ശക്തി എന്ന് പറയുന്നത് എന്താണെന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവിടെ എന്താണ് തിരുവചനം പറയുന്നത്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഒരുവൾക്ക് ശക്തി ലഭിക്കുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാലുള്ള ആ ശക്തി കിട്ടിയാൽ മാത്രമേ നമ്മൾ ആയിരിക്കുന്ന വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ അനുദിനം ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മളുടെ കുടുംബത്തിൽ ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ, മകൾ എന്ന നിലയിൽ, സഹോദരി എന്ന നിലയിൽ, അങ്ങനെ വ്യത്യസ്ത ജീവിത മേഖലകളിൽ കർത്താവ് നമ്മിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുവോ അത് പൂർണ്ണതയിൽ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉള്ളപ്പോൾ മാത്രമാണ്. അപ്പോൾ മാത്രമാണ് നമുക്ക് ആ കഴിവ് ലഭിക്കുന്നത്. ആ കഴിവ് കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ഉജ്ജ്വലിപ്പിച്ച് പരിശുദ്ധാത്മ ശക്തിയോടെ നമ്മുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ചെയ്യുവാനുള്ള കഴിവ് നമ്മൾ ആക്റ്റീവ് ആക്കണം. പരിശുദ്ധാത്മ ശക്തിയോടെ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മാത്രമല്ല ആ ശക്തി പ്രകടമാക്കേണ്ടത്. തുടർന്ന് അപ്പസ്തോല പ്രവർത്തനം 1:8 അവസാന ഭാഗത്തിൽ പറയുന്നുണ്ട്, ആ ശക്തി നേടിയിട്ട് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുവാനാ തിരുവചനം പറയുന്നേ? നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിത മേഖലകളിൽ എവിടെയായിരുന്നാലും കർത്താവിന് സാക്ഷ്യം നൽകുന്നവരായി നമ്മൾ ഓരോ സ്ത്രീയും മാറേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജോലി മേഖലകളിൽ, നമ്മളുടെ ബന്ധുക്കളുടെ ഇടയിൽ, സുഹൃത്ത് വലയങ്ങളിലെല്ലാം നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കണം. അപ്പോഴാണ് കർത്താവ് നമ്മെ നോക്കി പറയുക, അവൾ കഴിവും അന്തസ്സും ഉള്ളവളാണെന്ന്. കർത്താവിൻ്റെ ആ ഒരു റിമാർക്ക് അപ്പോഴേ കിട്ടുകയുള്ളൂ. നമ്മുടെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളോടൊപ്പം കർത്താവിന് സാക്ഷ്യം നൽകിക്കൊണ്ട് നമ്മിൽ കർത്താവ് നൽകിയിരിക്കുന്ന ആ കഴിവുകളെ ഉജ്ജ്വലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ നമുക്ക് വലിയൊരു മാതൃക നൽകുന്ന ഒരു അമ്മയുണ്ട്.
പരിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് ഏറ്റവും കൂടുതൽ പ്രശംസിക്കുന്ന ഒരു അമ്മ, ഭയങ്കരമായ പ്രതിസന്ധികളുടെ മുൻപിൽ, മനുഷ്യർക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത വലിയ പ്രതിസന്ധികളുടെ മുൻപിൽ നിൽക്കുമ്പോഴും വളരെ ശക്തിയോടെ, നല്ല അന്തസ്സോടെ, തികഞ്ഞ കഴിവോടെ തൻ്റെ എല്ലാ ദൗത്യവും ഏറ്റവും വിശ്വസ്തമായി നിറവേറ്റിയ ഒരമ്മ. മക്കബായരുടെ പുസ്തകത്തിലാണ് നാം ഈ അമ്മയെ കണ്ടുമുട്ടുന്നത്. മക്കബായരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൽ നാം ഈ അമ്മയെ കണ്ടുമുട്ടുന്നുണ്ട്. 7-ാം അധ്യായം 20ഉം 21ഉം വാക്യങ്ങളിൽ വളരെ ദീർഘമായിട്ട് തന്നെ പരിശുദ്ധ വചനം ആ അമ്മയ്ക്ക് പ്രശംസ നൽകുന്നതായി നാം കാണുന്നു. നമുക്ക് ആ വചനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സമ്പൂജ്യമായ സ്മരണയും അർഹിക്കുന്നു. മഹാപീഡനങ്ങളുടെ കാലത്ത്, ആ കാലത്ത് 7 ആൺമക്കളെയും ഈ അമ്മയെയും രാജാവ് കൊണ്ടുവരികയാണ് വിചാരണ ചെയ്യുവാൻ. കർത്താവിനെയും കർത്താവിൻ്റെ ആ തങ്ങൾ ആദരിച്ചു പോന്ന പിതാക്കന്മാരുടെ നിയമങ്ങളെയും അതെല്ലാം തിരസ്കരിച്ചാൽ അവർക്കൊരു കുഴപ്പവുമില്ല, ഭദ്രമായിട്ട് അവർക്ക് ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാം. എന്നാൽ ഈ 7 ആൺമക്കളും 7 പേരും, ആ അമ്മയുടെ 7 ആൺമക്കളും ആ അമ്മയും ഒരേ ദിവസം രക്തസാക്ഷിത്വ മകുടം ചൂടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധ വചനം ആ അമ്മയെക്കുറിച്ചാണ് ഈ പറയുന്നത്. ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സമ്പൂജ്യമായ സ്മരണയും അർഹിക്കുന്നു. ഒറ്റ ദിവസം 7 പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും, ഒറ്റ ദിവസം തന്നെ തന്റെ 7 പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും കർത്താവിലുള്ള പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു. പിതാക്കന്മാരുടെ ഭാഷയിൽ അവൾ അവരോരോരുത്തരെയും ധൈര്യപ്പെടുത്തി. ശ്രേഷ്ഠമായ വിശ്വാസദാർഢ്യത്തോടെ സ്ത്രീ സഹജമായ വിവേചനാശക്തിയെ പുരുഷോചിതമായ ധീരത കൊണ്ട് ബലപ്പെടുത്തി. എന്തോരം കാര്യങ്ങളെ പരിശുദ്ധ വചനം ആ അമ്മയെക്കുറിച്ച് പറയുന്നത്. വളരെ ശക്തയായ, ധൈര്യവതിയായ, വിവേചന വരമുള്ള, പുരുഷോചിതമായ ധീരത കാണിക്കുന്ന ഒരമ്മ. ആ അമ്മ ചെയ്തത് എന്താണ്? ഒറ്റ ദിവസം തന്നെ തൻ്റെ 7 മക്കളെയും കർത്താവിനായി സമർപ്പിച്ചു. കർത്താവിനായി രക്തസാക്ഷിത്വം ചൂടുവാൻ, രക്തസാക്ഷിത്വം വരിക്കുവാൻ അവർ ഓരോരുത്തരെയും ആ അമ്മ പ്രോത്സാഹനപ്പെടുത്തി, അവരെ എൻകറേജ് ചെയ്തു. ആ ഒരു എൻകറേജ്മെന്റിന്റെ ബലത്തിൽ ആ 7 ആൺമക്കളും ധീരതയോടെ, വിശ്വാസത്തോടെ അവരുടെ പിതാക്കന്മാരുടെ ആ ഒരു നിയമ ചട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ കർത്താവിലുള്ള വിശ്വാസത്തിന് വേണ്ടിയിട്ട് അവർ രക്തസാക്ഷിത്വം വരിക്കുകയാണ്. 6 മക്കളും രക്തസാക്ഷിത്വം വരിച്ചു അമ്മയുടെ മുൻപിൽ വെച്ച്. അത് കഴിഞ്ഞ് 7ാമത്തെ ഒരൊറ്റ മകനെ ബാക്കിയുള്ളൂ. ആ മകനും കൂടെ കഴിഞ്ഞാൽ അവരുടെ കുടുംബം തീർന്നു പോവുകയാണ്. പിന്നെ അവർക്ക് യാതൊരു പേരുമില്ല, അവർക്ക് യാതൊരു ബാക്കി പറയാനായിട്ട് ഒന്നുമില്ല. ആ ഒരവസ്ഥയിൽ 7ാമത്തെ ആ മകന്റെ അടുത്ത് ചെന്ന് ആ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഓരോ അമ്മമാർക്കും, നമ്മൾ ഓരോ സ്ത്രീകൾക്കും വളരെ വലിയ വെല്ലുവിളിയാണ് ആ അമ്മ നൽകുന്നത്. നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. 7-ാം അധ്യായം 23-ാം വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിന്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോക സൃഷ്ടാവ് തന്റെ നിയമത്തെ പ്രതി നിങ്ങൾ നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവം നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകും. ഇതാണ് പ്രിയ സഹോദരിമാരെ ശക്തിയുള്ള ഒരമ്മ എന്ന് പറയണത്. നല്ല കഴിവുള്ള, അന്തസ്സുള്ള ഒരമ്മ എന്ന് പറയണത്. തൻ്റെ മക്കളോട് പറയുകയാണ്, ലോക സൃഷ്ടാവ്, നിങ്ങൾക്ക് ഈ ജീവനും ശ്വാസവും ഒക്കെ നൽകിയ ലോക സൃഷ്ടാവ്, ആ സൃഷ്ടാവിന് വേണ്ടി നിങ്ങളെ തന്നെ നൽകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ജീവനും ശ്വാസവും ഒക്കെ വീണ്ടും ലഭിക്കുമെന്ന്, പുനരുത്ഥാനത്തെക്കുറിച്ച്, വീണ്ടുമുള്ള ആ ജീവിതത്തെക്കുറിച്ച്
നിത്യതയെക്കുറിച്ച് മരിക്കാൻ പോകുന്ന ആ നിമിഷത്തിൽ തൻ്റെ മക്കൾക്ക് ആശ്വാസം നൽകുന്ന, എൻകറേജ്മെന്റ് നൽകുന്ന ധീരയായ ഒരമ്മ. ഈ ഒരു അമ്മയെ എന്തിനാ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത്? ഈ ഒരു അമ്മയുടെ ജീവിതം ഒരു അധ്യായം മുഴുവൻ എടുത്ത് എന്തിനാ കർത്താവ് നമ്മുടെ മുമ്പിൽ വിവരിച്ച് നൽകുന്നത്? ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ ഒരു അമ്മയെ, ഇങ്ങനെ ഒരു അമ്മ 7 മക്കളെ കർത്താവിനെ പ്രതി നഷ്ടപ്പെടുത്തുമ്പോൾ, കർത്താവിനെ പ്രതി അവരുടെ ജീവൻ ത്യജിക്കാനായിട്ട് ഒരു അമ്മ നിർബന്ധിച്ചാൽ നാം ഓരോരുത്തരും ആ അമ്മയെക്കുറിച്ച് എന്തായിരിക്കും പറയുക? വിഡ്ഢിയായ ഒരു സ്ത്രീ എന്നല്ലേ നമ്മൾ പറയുകയുള്ളൂ. എന്നാൽ പരിശുദ്ധ വചനം എന്താ പറയുന്നേ? ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സംപൂജ്യമായ സ്മരണയും അർഹിക്കുന്നു. ഇതാണ് നമ്മൾ ആദ്യം കണ്ടത്. കർത്താവ് ശ്രദ്ധിക്കുന്നത് പോലെയല്ല, കർത്താവ് കാണുന്നത് പോലെയല്ല ഈ ലോകം കാണുക. കർത്താവ് ഹൃദയഭാവത്തിലാണ് ശ്രദ്ധിക്കുന്നത്. ഇവിടെ ഈ അമ്മയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ നഷ്ടങ്ങൾ മാത്രമാണ് കാണുന്നത്. ആ ഒരു അധ്യായത്തിന്റെ അവസാന വചനം 40-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, അവൻ തന്റെ പ്രത്യാശ മുഴുവൻ. ആ 7-ാമത്തെ മകൻ, അമ്മ ഇങ്ങനെ എൻകറേജ് ചെയ്ത് കൊണ്ടുവന്ന ആ 7-ാമത്തെ മകനെ കുറിച്ചാണ് പറയുന്നത്. അവൻ തന്റെ പ്രത്യാശ മുഴുവൻ കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് മാലിന്യമേൽക്കാതെ മരിച്ചു. തുടർന്ന് വചനം പറയുന്നു, പുത്രന്മാർക്ക് ശേഷം അവസാനം മാതാവും മരിച്ചു. ആ അമ്മയും 7 മക്കളും കർത്താവിന്റെ സന്നിധിയിൽ വളരെ സന്തോഷത്തോടെ, ഒരു തികഞ്ഞ ആത്മസംതൃപ്തിയോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോയി. തങ്ങളുടെ സൃഷ്ടാവിന് വേണ്ടി ജീവൻ ബലി കഴിക്കുവാനായിട്ട് ആ മക്കളെ ആരാണ് മെനഞ്ഞൊരുക്കിയത്? ആരാണ് അവർക്ക് ആ ഫോർമേഷൻ കൊടുത്തത്? അതാണ് കഴിവുള്ള ഒരമ്മ. തങ്ങളുടെ മക്കളെ 7 പേരെയും കർത്താവിന് വേണ്ടി നേടിക്കൊണ്ട് തൻ്റെ ജീവിത ദൗത്യങ്ങളെല്ലാം വിജയപ്രദമായി പൂർത്തീകരിച്ച, കർത്താവ് തന്നെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റവും വിശ്വസ്തയോടെ, ഏറ്റവും വിജയത്തോടെ പൂർത്തീകരിച്ച ആ അമ്മ, അവളാണ് കഴിവും അന്തസ്സുമുള്ള ഒരു ദൈവിക ജ്ഞാനം നിറഞ്ഞ ഒരു സ്ത്രീ. എന്തിനാണ് പ്രിയ സഹോദരിമാരെ ഈ ഒരു അമ്മയെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കർത്താവ് നമുക്ക് നൽകുന്നത്? ഈ ഒരു അധ്യായം വായിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഭയങ്കര പ്രയാസമുണ്ടാകും. ഓരോ മക്കളും എങ്ങനെയാണ് മരിക്കുന്നതെന്നും ആ ഓരോ മക്കൾ മരിക്കുമ്പോഴും ആ അമ്മയുടെ നിലപാട് എന്താണെന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു അധ്യായം വീണ്ടും വീണ്ടും വായിച്ച് ഈ ഒരു കാലത്തിൽ ആ ഒരു ശക്തി നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. എന്തിനാണ് ഇത്രയും ദീർഘമായിട്ട് കർത്താവ് ഈ ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരുന്നത്? അതിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കുന്നത് ഹെബ്രായരുടെ പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യത്തിലാണ്. അവിടെ തിരുവചനം എന്താ പറയുന്നത്? അങ്ങനെ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിന്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ. ഇവിടെ ഈ ഒരു അമ്മ നമ്മെ എന്താ പഠിപ്പിക്കുന്നത്? ഇത്രയും വലിയ പ്രതിസന്ധികളുടെ മുൻപിലും ഒരമ്മയ്ക്ക് നേരിടാവുന്ന അതിൻ്റെ മാക്സിമം ആ ഒരു പ്രതിസന്ധികളുടെ മുൻപിൽ ആ അമ്മ നിൽക്കുന്നത്. ആ പ്രതിസന്ധികളുടെ മുൻപിൽ അമ്മ എന്താ ചെയ്തേ? നിരുത്സാഹയാകാതെ തൻ്റെ വിശ്വാസവും ദീർഘക്ഷമയും വഴി ആ അമ്മ വാഗ്ദാനത്തിൻ്റെ അവകാശിയായി തീർന്നു. താൻ മാത്രമല്ല, തൻ്റെ മക്കൾ 7 പേരെയും വാഗ്ദാനത്തിൻ്റെ അവകാശികളാക്കി ആ അമ്മ മാറ്റി. അങ്ങനെ വിശ്വാസവും ദീർഘക്ഷമയും വഴി ഏത് സാഹചര്യങ്ങളുടെ മുൻപിലും നിരുത്സാഹരാകാതെ വാഗ്ദാനത്തിന്റെ അവകാശികളാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതിന് നമുക്കൊരു എൻകറേജ്മെന്റ് ആണ് പരിശുദ്ധ ബൈബിൾ നമുക്ക് മുൻപിൽ വെളിപ്പെടുത്തുന്ന ഈ ഓരോ ജീവിതങ്ങളും. അവരുടെ ജീവിതങ്ങളിൽ നിന്ന് നാം ആ ഒരു എൻകറേജ്മെന്റ് സ്വീകരിച്ച് അവരെ അനുകരിച്ച് അവർ ചെയ്ത അതേ കാര്യങ്ങൾ നമ്മളും ചെയ്ത് കർത്താവിനോടൊപ്പം നിത്യമഹത്വത്തിലാകുവാനാ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ നിലപാടുകൾ എടുക്കുമ്പോഴാണ് കർത്താവ് നമ്മെക്കുറിച്ച് പറയുക, ഷീ ഈസ് ക്ലോത്ത്ഡ് ഇൻ സ്ട്രെങ്ത് ആൻഡ് ഡിഗ്നിറ്റി. കർത്താവിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്പോഴേ ലഭിക്കുകയുള്ളൂ. കഴിവും അന്തസ്സുമുള്ള എൻ്റെ മകൾ എന്നൊരു പേര് നമുക്ക് നേടണ്ടേ?
അതിനായിട്ടാണ് കർത്താവ് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതനുസരിച്ച് നമ്മളുടെ ജീവിതങ്ങളെ നമുക്ക് ക്രമീകരിക്കാം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നാം കേട്ട ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ഈ ഒരു ആഹ്വാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ നിലപാടുകൾ എടുക്കുവാൻ, കർത്താവ് ആഗ്രഹിക്കുന്നതെല്ലാം നമ്മിലൂടെ പൂർത്തീകരിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നാം ആയിരിക്കുന്നിടത്തിരുന്ന് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, ഓരോ സഹോദരിയുടെ മേലും വരണമേ. ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റവും വിശ്വസ്തയോടെ ഏറ്റവും വിജയപ്രദമായി പൂർത്തീകരിക്കുവാൻ ഓരോ സഹോദരിയെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, ഓരോ കുടുംബാന്തരീക്ഷത്തിലേക്കും വ്യാപരിക്കണമേ. ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ പരിശുദ്ധാത്മ സഹായത്തോടെ പൂർത്തീകരിക്കുവാനുള്ള കഴിവ്, ശക്തി ഓരോ സഹോദരിക്കും നൽകണമേ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ സാക്ഷികളായിരിക്കുവാനായിട്ട് ഓരോ സഹോദരിയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.